Dear students, today we are discussing the topic elements of ensemble theory. So we know that a system is equally likely to be in any one of the extremely large number of microstates possible for that system, and that is known as the equal priori probability, and that system is characterized by a macrostate NBE. അതായത് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരുപാട് മൈക്രോ സ്റ്റേറ്റ്സ് ഉണ്ടാവുമെങ്കിലും നമ്മൾ മാക്രോ പ്രോപ്പർട്ടീസ് ആയിട്ട് കാണുന്ന സിസ്റ്റത്തിന് ഒരു ഗിവൺ മാക്രോ സ്റ്റേറ്റിൽ തന്നെ ഒരുപാട് മൈക്രോ സ്റ്റേറ്റ്സ് പോസിബിളാണ്. അതായത് ഓവർ എ റീസണബിൾ സ്പാൻ ഓഫ് ടൈം ഓൾ വൺ ഒബ്സർവ്സ് ഈസ് എ ബിഹേവിയർ ആവറേജ് ഓവർ ദ വെറൈറ്റി ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ത്രൂ വിച്ച് ദ സിസ്റ്റം പാസസ്. അപ്പോൾ നമ്മൾ ഒബ്സർവ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിസ്റ്റം മേ അണ്ടർഗോ, അല്ലെങ്കിൽ സിസ്റ്റത്തിലെ ഓരോ പാർട്ടിക്കിളും ഒരു മൈക്രോ സ്റ്റേറ്റിൽ നിന്ന് വേറെ മൈക്രോ സ്റ്റേറ്റിലേക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. പക്ഷേ നമ്മൾ സിസ്റ്റത്തിൻ്റെ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ആവറേജ് ബിഹേവിയർ ആയിട്ടുള്ള മാക്രോ പ്രോപ്പർട്ടി ആയിട്ടായിരിക്കും നമ്മൾ സിസ്റ്റത്തിനെ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവുക. ഇനി ഒരു എൻസംബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് എ ലാർജ് നമ്പർ ഓഫ് സിസ്റ്റം characterized by the same macrostate and the system consists of a large number of microstates. ഇതിനാണ് നമ്മളൊരു എൻസംബിൾ എന്ന് പറയുന്നത്. ഒരു ലാർജ് നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിൻ്റെ ഒരു സിസ്റ്റം, അതിൻ്റെ ഒരു പെർട്ടിക്കുലർ മാക്രോസ്റ്റേറ്റ് ആയിരിക്കും അതിലുണ്ടാവുക. അതായത് ഒരു എൻസംബിളിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു മാക്രോസ്റ്റേറ്റ് ഉണ്ടായിരിക്കും എന്ന് പറയാൻ പറ്റും. An ensemble can be represented as a collection of points in phase space. അപ്പോൾ ഒരു ഫേസ് സ്പേസ് ആയിട്ട് നമ്മൾ ഇതിനെ റിലേറ്റ് ചെയ്യുകയാണെങ്കിൽ വി നോ ദാറ്റ് ഫേസ് സ്പേസിൽ ഓരോ മൈക്രോസ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടും ഓരോ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും നമുക്ക് ഫേസ് സ്പേസിൽ. അപ്പോൾ എൻസംബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫേസ് സ്പേസ് ആയിട്ട് കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പോയിൻറ്റ്സ് ഇൻ ഫേസ് സ്പേസ് എന്ന് പറയാൻ പറ്റും. അതിൽ ഓരോ പോയിൻറ്റ്സും ഓരോ മൈക്രോസ്റ്റേറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൽ ഇതാണ് ഒരു എൻസംബിൾ എന്ന് പറയുന്നതിൻ്റെ ഒരു ആവറേജ് ബിഹേവിയർ. അതായത് നമ്മൾ ഒരു കളക്റ്റീവ് ബിഹേവിയറാണ് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. ഒരു പെർട്ടിക്കുലർ മൈക്രോ സ്റ്റേറ്റിൽ പുറത്തേക്ക് കാണിക്കുന്ന ഒരു ലാർജ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് ഉള്ള ഒരു പെർട്ടിക്കുലർ സിസ്റ്റം. ഇനി നമുക്ക് വേണ്ടത് വാല്യൂ ഓഫ് എ തെർമോഡൈനാമിക് ക്വാണ്ടിറ്റി വി വാണ്ട് ടു കാൽക്കുലേറ്റ് ഈസ് എൻസംബിൾ ആവറേജ് ഓഫ് ഓൾ സിസ്റ്റംസ് ഇൻ ദ എൻസംബിൾ. ഇപ്പോൾ ഒരു പെർട്ടിക്കുലർ ക്വാണ്ടിറ്റി എഫ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സിസ്റ്റം പുറത്തേക്ക് കാണിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ മാക്രോ ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ എൻസംബിൾ ആവറേജ് ഓഫ് ദാറ്റ് എഫ് എ ലാർജ് നമ്പർ ഓഫ് മൈക്രോ സ്റ്റേറ്റ്സ് എന്ന് പറയാൻ പറ്റും. ഇതാണ് നമ്മൾ ഈ എൻസംബിൾസ് വെച്ചിട്ടാണ് നമ്മൾ സിസ്റ്റത്തിൻ്റെ നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഫേസ് സ്പേസ് ഓഫ് എ ക്ലാസിക്കൽ സിസ്റ്റമാണ്. Classical system. The microstate of a classical system consisting of n particles requires the specification of 3n position coordinates q1, q2, q3, etc. q3n and 3n momentum coordinates p1, p2, etc. p3n. A set of coordinates qi, pi where I equal to 1 to etc. 3n may be regarded as a point in a space of 6n dimension called the phase space, and the points are called representative point of the given system. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ്. അതായത് ഒരു മൈക്രോസ്റ്റേറ്റ്, ഒരു സിസ്റ്റം എൻ പാർട്ടിക്കിൾ സിസ്റ്റത്തിൻ്റെ ഓരോ മൈക്രോസ്റ്റേറ്റും റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണ്ടി വരും? ഓരോ പോയിൻറ്റ്സ്, അല്ലെങ്കിൽ അതിനെ റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ ഒരു പോയിൻറ്റ് റെപ്രസെൻ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് 3 പൊസിഷൻ കോർഡിനേറ്റും 3 മൊമെൻറ്റം കോർഡിനേറ്റും വേണം. അതുകൊണ്ട് ഒരു എൻ പാർട്ടിക്കിൾ സിസ്റ്റം ആണെങ്കിൽ നമുക്ക് 3n പൊസിഷൻ കോർഡിനേറ്റ്സ് വേണം, അതുപോലെ 3n മൊമെൻറ്റം കോർഡിനേറ്റ്സ് വേണം. അപ്പോൾ അതിൻ്റെ ഒരു സെറ്റ് QIPI എന്ന് പറയുന്ന ആ സെറ്റിനെയാണ് നമ്മൾ പറയുന്നത്, ഇതിനെ ഒരു 6n ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു പോയിൻ്റ് ആയിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ആ ഒരു പോയിൻറ്റിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പോയിൻറ്റ്സ് ഇൻ ഫേസ് സ്പേസ് ഈസ് ടേംഡ് ആസ് ദി ഫേസ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്. ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് എന്ന് പറയുന്ന ടേം പറയുമ്പം യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് ഈസ് എ പോയിൻ്റ് ഇൻ ഫേസ് സ്പേസ് which represents the momentum and position of that point എന്ന് പറയാൻ പറ്റും. Coordinates qi and pi are functions of time, and the time evolution of qi and pi in phase space is determined by the Hamilton's canonical equations of motion. നമ്മൾ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ സിസ്റ്റത്തിൻ്റെ അകത്തുള്ള ഓരോ സിസ്റ്റവും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അതിൻ്റെ മൈക്രോ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുന്നുണ്ടാവും. മൈക്രോ സ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ടൈം ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഈ ക്യു ഐ പി ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാറുന്നൊരു കോർഡിനേറ്റ്സ് ആയിരിക്കും. അറ്റ് എ പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് ഓഫ് ടൈം ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിന് ഒരു ക്യു ഐ പി ഐ ആണെങ്കിൽ തൊട്ടടുത്ത ഇൻസ്റ്റൻറ്റിൽ അതേ പാർട്ടിക്കിൾ വേറൊരു ക്യു ഐ പി ഐ ആയിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും എപ്പോഴും ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ടൈം എവല്യൂഷനാണ് കാണിക്കുന്നത്, അല്ലെങ്കിൽ ഇറ്റ് ഈസ് എ ടൈം ഡിപ്പെൻഡൻറ്റ് പാരാമീറ്ററാണ്. ക്യു ഐ പി ഐ ഈസ് എ ഫങ്ഷൻ ഓഫ് ടൈമാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഫേസ് സ്പേസിൽ നമുക്ക് ഇതിൻ്റെ കാണുന്നത് നമ്മൾ ആസ് എ ടോട്ടൽ നമ്മൾ കാണുന്നത് ഒരു ടൈം എവല്യൂഷൻ ഓഫ് ക്യു ഐ പി ഐ ആണ്. അതായത് ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ പോയിൻറ്റ്സ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ചാൽ സിസ്റ്റം ഒരു മൈക്രോ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു മൈക്രോ സ്റ്റേറ്റിലേക്ക് മാറുക എന്നുള്ളത് നമ്മൾ ഫേസ് സ്പേസിലെ പോയിൻറ്റ്സ് ആയിട്ട് പറയുമ്പോൾ സിസ്റ്റം ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റിൽ നിന്ന് വേറെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് ആയിട്ട് നമുക്ക് മാറിക്കിട്ടും. അതായത് ഒരു എവല്യൂഷൻ ഓഫ് പോയിൻറ്റ്സ് ഇൻ ഫേസ് സ്പേസ് ആണ് അവിടെ നടക്കുന്നുണ്ടാവുക ഒരു സിസ്റ്റത്തിനെ സംബന്ധിച്ചിടത്തോളം ഫേസ് സ്പേസിൽ. അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ടൈം എവല്യൂഷൻ എന്ന് പറയുന്ന ക്വാണ്ടിറ്റി അത് ഹാമിൽട്ടൺസ് കനോണിക്കൽ ഇക്വേഷൻ ഓഫ് മോഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് വരിക. നമുക്കറിയാം ഹാമിൽട്ടൺസ് കനോണിക്കൽ ഇക്വേഷൻസ് ഓഫ് മോഷൻ എന്ന് പറയുന്നത് ക്യു ഐ ഡോട്ട് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ പി ഐ ആണ്. അതുപോലെ പി ഐ ഡോട്ട് എന്ന് പറയുന്നത് മൈനസ് ഡോ എച്ച് ബൈ ഡോ ക്യു ഐ ആണ്. വേർ എച്ച് ഇസ് ദ ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയാൻ പറ്റും. So as time passes, the representative point in phase space carves out a trajectory which can be determined by the velocity vector which is given by the equation 1, that is the canonical equation, Hamilton's canonical equation. അതായത് നമ്മൾ ടൈം അനുസരിച്ച് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഒരു പെർട്ടിക്കുലർ സിസ്റ്റം ഒരു പെർട്ടിക്കുലർ പാർട്ടിക്കിളിന് മാത്രം നമ്മൾ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇങ്ങനെ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റൻറ്റിലും ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ഈ ഫേസ് സ്പേസിൽ ഒരു ട്രാജക്ടറി, ഒരു പാത്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് കുറേ പോയിൻറ്റ്സ് അതിനെ കണക്ട് ചെയ്തിട്ട് നമുക്കൊരു ട്രാജക്ടറി കാണിക്കാൻ പറ്റും. ആ ട്രാജക്ടറി ഫോളോ ചെയ്യുന്നത് ഏതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? ഈ കേസിൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ വെലോസിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് വെലോസിറ്റി വരാം. പൊസിഷൻ ഡിപ്പെൻഡൻറ്റ് വെലോസിറ്റി ആൻഡ് മൊമെൻറ്റം വെലോസിറ്റീസ് ഉണ്ട്. പി ഐ ഡോട്ട് ഈസ് the one type of velocity and qi dot is another type of velocity. അപ്പം അത് നമുക്ക് കനോണിക്കൽ ഇക്വേഷൻ, അതായത് സിസ്റ്റം ഏത് ട്രാജക്ടറി കൂടെ മൂവ് ചെയ്യുന്നുള്ളത് നമുക്ക് ഹാമിൽട്ടൺസ് കനോണിക്കൽ ഇക്വേഷൻ ഓഫ് മോഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ട് പറയാൻ പറ്റും. അതായത് ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ എച്ച്, ദാറ്റ് ഈസ് ദ എനർജി ഓഫ് ദ ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം എന്ന് പറയാൻ പറ്റും. അപ്പോൾ ടോട്ടൽ ഹാമിൽട്ടോണിയൻ ഓഫ് ദ സിസ്റ്റത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഫേസ് സ്പേസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ആ മൂവ് ചെയ്യുന്നത് ഒരു ട്രാജക്ടറി നമുക്ക് വേണമെങ്കിൽ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും, ബിക്കോസ് ഇഫ് യു നോ ദി ഹാമിൽട്ടോണിയൻ ഓഫ് ദി സിസ്റ്റം. Trajectory of the representative points must remain within a limited region of the phase space, since the finite volume V limits the value of the coordinates Qi and finite energy limits the values of both Qi and Pi. That is, if the total energy of the system is known to have a precise value, say E, corresponding trajectory will be restricted to the hypersurface H of Qi Pi is equal to E of the phase space. അതായത് നമുക്കറിയാം ഇപ്പോൾ ഇവിടെ ഒരു ട്രാജക്ടറി ഫോളോ ചെയ്യുമെങ്കിലും ആ ട്രാജക്ടറിക്ക് ഒരു ലിമിറ്റ് ഉണ്ട്. അതായത് അതിൻ്റെ വോള്യം ലിമിറ്റ്സ് ദ വാല്യൂസ് ഓഫ് ദി കോർഡിനേറ്റ്സ് ക്യു ഐ എന്ന് പറയുന്നത് ക്യു ഐ ചേഞ്ച് ചെയ്തതിൻ്റെ ഒരിക്കലും ആ സിസ്റ്റത്തിൻ്റെ അലൗ ചെയ്ത വോള്യത്തിൻ്റെ ബിയോണ്ട് ആവാൻ പാടില്ല. അതുപോലെ നമുക്കറിയാം പി ഐൻ്റെ വാല്യൂസിൻ്റെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ലിമിറ്റഡ് ബൈ ദ എനർജി ഓഫ് ദ സിസ്റ്റം. അപ്പോൾ ഈ ടോട്ടൽ എനർജി അറിയാമെങ്കിൽ നമുക്ക് അതുപോലെ ടോട്ടൽ വോളിയം കൺഫൈൻഡ് ചെയ്തതുകൊണ്ട് ഇതിന് ഒരു ക്യു ഐ പി ഐക്ക് പോസിബിൾ ആയിട്ടുള്ള വാല്യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റഡ് വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ട്രാജക്ടറി ലിമിറ്റ് ചെയ്യുന്ന ഇക്വേഷൻ നമുക്ക് പറയാൻ പറ്റും എച്ച് ഓഫ് ക്യു ഐ പി ഐ ഈക്വൽ ടു ഇ എന്ന് പറയുന്ന ഹൈപ്പർ സർഫസിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ഫേസ് സ്പേസിൽ ആ ഒരു റീജിയനിൽ മാത്രമേ ഈ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സിനെ മൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ റെപ്രസെൻറ്റേറ്റീവ് ഫേസ് സ്പേസ് ഈസ് ഒരു ഇൻഫിനിറ്റ് സ്പേസ് ആണെങ്കിൽ പോലും നമ്മളുടെ സിസ്റ്റത്തിന് അലൗഡ് ആയിട്ടുള്ള certain റീജിയൻ ഉണ്ട്. ആ റീജിയനകത്ത് ചില ട്രാജക്ടറിയാണ് നമുക്ക് നമ്മളെ സിസ്റ്റത്തിന് ഉണ്ടാക്കാൻ പറ്റുന്നത്. ആ ട്രാജക്ടറി ലിമിറ്റ് ചെയ്യുന്ന കുറേ കണ്ടീഷൻസ് ആണ് നമ്മൾ പറയുന്ന അതിൻ്റെ വോള്യം, എനർജി എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് എല്ലാം. If the total energy lie anywhere in the range E minus half delta and E plus half delta, the corresponding trajectory will be restricted to the hyper shell defined by these limits.
ഇപ്പോൾ യൂഷ്വലി നമുക്കറിയാം എനർജി നമുക്ക് അത്രത്തോളം നമുക്ക് പ്രിസൈസായിട്ട് പറയാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എനർജി ഒരു റേഞ്ച് കൊടുക്കുകയാണ്. E-12 E+12 എന്ന് പറയുന്ന ഒരു റേഞ്ചിലാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ആ ഹൈപ്പർ ഷെല്ലിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ H=E+or-12 വിത്തിൻ ആയിരിക്കും വരുന്നുണ്ടാവുക. പ്രാക്ടിക്കലി എനർജി ഓഫ് എ സിസ്റ്റം ഈസ് നോട്ട് സ്ട്രിക്ട്ലി കോൺസ്റ്റൻ്റ് ആണ്. ദ എക്സ്പ്രഷൻ ഫോർ എനർജീസ് ഡിഫറെൻറ്റ് എക്സ്പ്രഷൻ ഫോർ എനർജീസ് ആണ്. E=3/2 kT ചില വരും. E=hν, E=n²h²/8mc², NhC/2L, n+12 h×ω ഡിഫറെൻറ്റ് കേസസിൽ നമുക്ക് വരുന്ന എനർജീസ് ആണ്. ഇതിലിപ്പം ഫസ്റ്റ് കേസിൽ 3/2 NKTയിൽ ടെമ്പറേച്ചർ ഡിപ്പെൻഡൻ്റ് എനർജിയാണ് വരുന്നത്. അപ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്, എനർജി കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ ഇതിലെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെറിയ ചേഞ്ചസ് ഉള്ളതുകൊണ്ട് എനർജിയിൽ നമുക്ക് ചെറിയ വേരിയേഷൻസ് പോസിബിൾ ആണ്. ബട്ട് ഓൾ അതർ എക്സ്പ്രഷൻസ് ഓഫ് എനർജി ഈസ് ഡിപ്പെൻഡ് ഓൺ ഫ്രീക്വൻസി. ബാക്കി എല്ലാ കേസിലും ഇത് ഡിപ്പെൻഡ് ഓൺ ഫ്രീക്വൻസിയാണ്. ദിസ് ഫ്രീക്വൻസി മേ വേരി വിത്തിൻ എ certain limit. Hence energy fluctuation for a value of delta may be allowed for the റിയൽ ഫിസിക്കൽ സിസ്റ്റം. ഒരു റിയൽ ഫിസിക്കൽ സിസ്റ്റം നമ്മൾ എടുക്കുമ്പോൾ എപ്പോഴും എനർജിയുടെ വാല്യൂവിൽ ഒരു ചെറിയൊരു ചേഞ്ചസ് പോസിബിളാണ്. ഹെൻസ് ഓൾ ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ലൈ വിത്തിൻ ദ ഹൈപ്പർ ഷെൽ ഡിഫൈൻഡ് ബൈ H=E-12 ആൻഡ് H=E+12. അതുകൊണ്ട് നമ്മൾ H=E എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രാക്ടിക്കൽ സിസ്റ്റം ആകുമ്പോൾ അതിൽ എനർജിക്ക് ചെറിയൊരു വേരിയേഷൻ പോസിബിൾ ആയതുകൊണ്ട് ആ ഹൈപ്പർ ഷെല്ലിൻ്റെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് H=E-12 ബിറ്റ്വീൻ E+12 ഇടയിലുള്ള ഹൈപ്പർ ഷെല്ലിലായിരിക്കും നമ്മളുടെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് സിറ്റുവേറ്റ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ നമുക്ക് ആസ് എ ടോട്ടൽ നമുക്ക് പറയാൻ പറ്റും ഓൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക് പാർട്ടിക്കിൾ ലീവ്സ് ഇൻ ഫേസ് സ്പേസ് എന്ന് പറയാൻ പറ്റും. ഒരു ഫേസ് സ്പേസ് തിയറി വെച്ചിട്ട്, ഒരു ഫേസ് സ്പേസ് കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും യൂഷ്വൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആയിട്ട് ഫേസ് സ്പേസിൽ ദ ലീവ്സ്, അതിൻ്റെ മൊമെൻറ്റ്സും എല്ലാം ആ ഒരു ഫേസ് സ്പേസിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാൻ പറ്റും. If we consider an ensemble of systems at any time t, the various members of the ensemble will be in all sorts of possible microstates. Each one of these microstates must be consistent with the given microstate. നമ്മൾ ഈക്വൽ പ്രയോറി പ്രോബബിലിറ്റിനെ അഗെയിൻ റിപ്പീറ്റ് ചെയ്താണ് അവിടെ. അതായത് സിസ്റ്റം ഡിഫറെൻറ്റ് മൈക്രോസ്റ്റേറ്റ്സിൽ പോസിബിളാണ്, പക്ഷേ അത് എല്ലാം ഒരേ മൈക്രോസ്റ്റേറ്റിന് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൈക്രോസ്റ്റേറ്റ്സ് ആണ് ഇവിടെ പോസിബിൾ ആയിട്ടുള്ളത്. വിച്ച് ഈസ് സപ്പോസ് ടു ബി കോമൺ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദി എൻസംബിൾ. ദാറ്റ് മൈക്രോസ്റ്റേറ്റ് ഈസ് കോമൺ ടു ഓൾ മെമ്പേഴ്സ് ഓഫ് ദി എൻസംബിൾ. In the phase space, the corresponding picture will consist of a sum of the representative points. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് ആണ് ഫേസ് സ്പേസിൽ. 1 ഫോർ ഈച്ച് മെമ്പർ ഓഫ് ദി എൻസംബിൾ. ഓരോ പോയിൻറ്റ്സും ഓരോ മെമ്പർ ഓഫ് ദി എൻസംബിളിലാണ്. ഓൾ ലൈയിങ് വിത്തിൻ ദ അലൗഡ് റീജിയൻ ഓഫ് സ്പേസ്. അത് എക്സിസ്റ്റ് ചെയ്യുന്നത് സ്പേസിൽ അലൗഡ് റീജിയനിൽ മാത്രമേ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ പറഞ്ഞ ഈ ഹൈപ്പർ ഷെല്ലിൻ്റെ ലിമിറ്റ് വെച്ചിട്ട് അത് റെസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും. ആസ് ടൈം പാസസ് എവറി മെമ്പർ ഓഫ് ദി എൻസംബിൾ അണ്ടർഗോസ് എ കണ്ടിന്യൂസ് ചേഞ്ച് ഓഫ് മൈക്രോസ്റ്റേറ്റ്സ്. ടൈം പാസ് ചെയ്യുമ്പോൾ എല്ലാ സിസ്റ്റം കണ്ടിന്യൂസ് ആയിട്ട് മൈക്രോസ്റ്റേറ്റ്സ് ചേഞ്ച് ചെയ്തുകൊണ്ടേയിരിക്കും. കറസ്പോണ്ടിംഗ്ലി ദ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് ദി സ്വാം കണ്ടിന്യൂലി മൂവ് അലോങ് ദെയർ റെസ്പെക്റ്റീവ് ട്രാജക്ടറീസ്. അപ്പോൾ അങ്ങനെ നോക്കുകയാകുമ്പോൾ ഓരോ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സും അടുത്ത ഇൻസ്റ്റൻറ്റിൽ വേറൊരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻ്റ് ആയിട്ട് മാറും. അപ്പോൾ ഒരു സിസ്റ്റത്തിലെ ഒരു പെർട്ടിക്കുലർ പോയിൻ്റ് മാത്രം നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് വിൽ മേക്ക് എ ട്രാജക്ടറി ഇൻ ദ ഫേസ് സ്പേസ് എന്ന് പറയാൻ പറ്റും. ദ ഓവറോൾ പിക്ചർ ഓഫ് ദീസ് മൂവ്മെൻറ്റ് possess some important features which are illustrated in terms of a function called density function rho of QPT. അപ്പോൾ ഈ ഒരു ഓവറോൾ പിക്ചർ, ഈ മൂവ്മെൻറ്റ് എല്ലാം റിലേറ്റ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ടേമാണ് ഡെൻസിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഓവറോൾ പിക്ചേഴ്സ്, ദ ഓവറോൾ പിക്ചേഴ്സ് ഓഫ് ദീസ് മൂവ്മെൻറ്റ് പൊസസ് സം ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ്. അത് റെപ്രസെൻ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നൊരു മാത്തമാറ്റിക്കൽ ക്വാണ്ടിറ്റിയാണ് റോ ഓഫ് QPT, ഡെൻസിറ്റി ഫങ്ഷൻ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിളായിട്ട് ഇപ്പോൾ നമ്മൾ നമ്മൾ 1 ഡയമെൻഷണൽ ഹാർമോണിക് ഓസിലേറ്റർ എടുക്കുമ്പോൾ ഹാർമോണിക് ഓസിലേറ്ററിൻ്റെ ട്രാജക്ടറി നമുക്കറിയാം, ഒരു എലിപ്സ് ആയിരിക്കും എന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ എലിപ്സ് ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഈ ഒരു റീജിയൻ ആണെങ്കിൽ ട്രാജക്ടറി എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഇതായിരിക്കും. ഇതാണ് E+12 E-12 ലിമിറ്റ് എന്ന് പറയുന്നത്.
അപ്പോൾ ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ ടൈമിൽ കുറേ പോയിൻറ്റ്സ് ഇവിടെ ഇങ്ങനെ സിറ്റുവേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും ഇതിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് നമുക്ക് കാണണമെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് അറിയാൻ നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു റീജിയണിൽ വരുന്ന മൈക്രോസ്റ്റേറ്റ്സും ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഈ ഒരു റീജിയണിൽ വരുന്ന മൈക്രോസ്റ്റേറ്റ്സും ഒക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വോള്യൂം എടുക്കുകയാണ്. ഇപ്പോൾ ഈ ഒരു ഗിവൺ ഏരിയയിൽ വരുന്ന നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ അതിൻ്റെ ഒരു ഏരിയ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും. ഇവിടെ എത്തുമ്പോൾ അതേ പാർട്ടിക്കിൾ ഒക്യുപ്പൈ ചെയ്യുന്ന ഏരിയ ഡിഫറൻ്റ് ആയിരിക്കും. ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ഏരിയ ഡിഫറൻ്റ് ആയിരിക്കും. പല പൊസിഷനിലും അത് ഒക്യുപ്പൈ ചെയ്യുന്ന അതേ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഒക്യുപ്പൈ ചെയ്യുന്ന ഏരിയ ഡിഫറൻ്റ് ആയിരിക്കും. പക്ഷേ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഈക്വലും ആയിരിക്കും. നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് ഈക്വലാണ്, ഏരിയ ഡിഫറൻ്റ് ആണ്. അപ്പോൾ ആ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സിനെ നമുക്ക് റോ ഇൻറ്റു ഡി പി എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ ഒറ്റ ക്വാണ്ടിറ്റി ആയതുകൊണ്ടാണ് നമ്മൾ ഡി ക്യു എന്ന് പറയുന്ന 1 ഡയമെൻഷണൽ ആയതുകൊണ്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോട്ടൽ നമ്പർ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് സം ഫങ്ഷൻ ദാറ്റ് ഇൻറ്റു ഇവിടെ ഇത് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഫേസ് സ്പേസിൽ എടുക്കുമ്പോൾ അത് ഒരു വോള്യം ആയിട്ട് മാറും. അപ്പോൾ വോള്യം മൾട്ടിപ്ലൈഡ് ബൈ എ ക്വാണ്ടിറ്റി ദാറ്റ് വിൽ ഗിവ് യു ദ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ക്വാണ്ടിറ്റിനെ നമ്മൾ അതിനെ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് കോൾ ചെയ്യുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു പെർട്ടിക്കുലർ മൈക്രോസ്റ്റേറ്റിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ എൻസംബിളിനെ ക്യാരക്ടറൈസ് ചെയ്യുന്ന ഒരു ക്വാണ്ടിറ്റിയാണ് അതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ. ദാറ്റ് ഈസ് ദിസ് ഫംഗ്ഷൻ ഈസ് സച്ച് ദാറ്റ് അറ്റ് എനി ടൈം t the number of representative point in the volume element d3n, d3nq, d3np around the point qp of the phase space is given by the product rho of pqt, d3nq, d3np. ഇവിടെ d3nq, d3np എന്ന് പറയുന്നത് നമ്മളിപ്പം നമുക്കൊരു 1 ഡയമെൻഷണൽ വോളിയം എടുക്കുകയാണെങ്കിൽ നമ്മൾ പറയാൻ പറ്റും dq1, dq2, dq3. ഇതാണ് നമുക്കൊരു പൊസിഷണൽ വോളിയം എന്ന് പറയുന്നത്. അതുപോലെ മൊമെൻറ്റം വോളിയം എന്ന് പറയുമ്പോൾ dp1, dp2, dp3 എന്ന് പറയുന്നത് ഉണ്ടാവും. ഇതൊരു ഒറ്റ പാർട്ടിക്കിളിലാണ്. അപ്പോൾ ഇതുപോലെ n പാർട്ടിക്കിൾസ് വരുമ്പോൾ ഇപ്പോൾ ഇതിനെ വേണമെങ്കിൽ നമുക്ക് d3q എന്നും d3q എന്നും പറയാം, അതുപോലെ d3p എന്നും പറയാൻ പറ്റും. ഇത് നമ്മൾ ഇപ്പോൾ ഒരു n പാർട്ടിക്കിൾസ് ആണെങ്കിൽ ആ പാർട്ടിക്കിൾസിന് ഇൻസ്റ്റെഡ് ഓഫ് d3 വരുന്നതിന് പകരം d3nqവും അതുപോലെ d3npയും ഉണ്ടായിരിക്കും അതിൻ്റെ വോള്യൂം എലമെൻറ്റിൽ. സോ ഇഫ് വി മൾട്ടിപ്ലൈ d3nq വിത്ത് റോ വി വിൽ ഗെറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് മൈക്രോസ്റ്റേറ്റ്സ് എന്ന് പറയാൻ പറ്റും. That is, density function symbolizes the manner in which the members of the ensemble are distributed over all possible microstates at a different instant of time. അപ്പം ഒരു എൻസംബിളിനെ സംബന്ധിച്ചിടത്തോളം മെമ്പേഴ്സ് ഓഫ് ദി എൻസംബിൾ ഹൗ ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓവർ ഓൾ പോസിബിൾ മൈക്രോസ്റ്റേറ്റ്സ് എന്നുള്ളതിൻ്റെ ഒരു പിക്ചർ തരുന്നത് നമുക്കതിൻ്റെ ഡെൻസിറ്റി ഫംഗ്ഷനാണ്. ഇപ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ it is an important quantity which characterizes or which gives us an idea how these members of the ensembles are distributed over all possible microstates at a given instant of time, since rho is a function of rho q and t. അതിന് that is related with the total number of microstates by the equation n is equal to rho into that volume element d3np, d3nq എന്ന് പറയുന്ന വോള്യൂം എലമെൻറ്റ്. ഇനി നമുക്കൊരു സിസ്റ്റത്തിൻ്റെ എൻസംബിൾ ആവറേജ് കാണണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് the ensemble average of the system f is given by integral f, this is a function of q and p, then the density function rho qpt d3nq d3np whole divided by നമുക്ക് n എന്ന് പറയുന്നത് കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത് n is actually integral rho qpt d3nq d3np, that is the ensemble average. ആ ensemble average ബിഹേവിയർ ആണ് നമുക്ക് മൈക്രോസ്റ്റേറ്റ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് വിസിബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ ആവറേജ് കാണുമ്പോൾ എപ്പോഴും ടോട്ടൽ ഡിവൈഡഡ് ബൈ നമ്പർ എന്നല്ല ചെയ്യുന്നത്. അതുപോലെ തന്നെ മുകളിൽ വരുന്നത് അതിൻ്റെ ടോട്ടലാണ്. ദാറ്റ് ക്വാണ്ടിറ്റി ഇൻ്റെ ഇൻറ്റഗ്രൽ ഡിവൈഡഡ് ബൈ ഡിനോമിനേറ്ററിൽ വരുന്ന ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോട്ടൽ നമ്പർ n ആണ്. An ensemble is stationary if d rho by dt equal to 0. അപ്പോൾ ഒരു എൻസംബിള് ഡൈറോ ബൈ ഡൈറ്റ് 0 എന്ന് വയ്ക്കുക. അതായത് ഇതിൻ്റെ
സ്റ്റേഷനറി എൻസംബിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദർ ഇസ് നോ ചേഞ്ച് ഇൻ സ്റ്റേറ്റ് ഫോർ ദ എൻസംബിൾ. ദാറ്റ് ഈസ് ഓൾ ദ മൈക്രോ സ്റ്റേറ്റ്സ് ഒരേ സ്റ്റേറ്റ് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ടൈം ചേഞ്ച് ഓഫ് റോ വിത്ത് അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് റോ വിത്ത് ടൈം ഈസ് ഈക്വൽ ടു 0. പാർഷ്യൽ ഡെറിവേറ്റീവ് ആണ്, ബിക്കോസ് റോ ഈസ് എ ഫംഗ്ഷൻ ഓഫ് പി ക്യു ടി ആണ്. അതിൽ ടിയുടെ ഡിപ്പെൻഡൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. ടി ഡിപ്പെൻഡൻസ് 0 ആണെങ്കിൽ ദാറ്റ് ഈസ് ഡസ് നോട്ട് ഡിപ്പെൻഡ് എക്സ്പ്ലിസിറ്റ്ലി ഓൺ ടൈം. ദാറ്റ് ഈസ് റോ ഡസ് നോട്ട് എക്സ്പ്ലിസിറ്റ്ലി ഡിപ്പെൻഡ് ഓൺ ടൈം. ദെൻ എഫ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. സോ അങ്ങനത്തെ ഒരു കേസിൽ നമുക്ക് പറയാൻ പറ്റും അതിൻ്റെ ഒരു സ്റ്റേഷനറി എൻസംബിൾ റെപ്രസെൻറ്റ് എ സിസ്റ്റം ഇൻ ഇക്വിലിബ്രിയം. ഒരു ഇക്വിലിബ്രിയത്തിലായ സിസ്റ്റത്തിൻ്റെ കേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ദർ വിൽ നോട്ട് ബി എനി ചേഞ്ച് ഇൻ ദ മൈക്രോസ്റ്റേറ്റ് ഓഫ് ദ സിസ്റ്റം. സോ ദാറ്റ് ഡോയിറോ ബൈ ഡൈ ടി ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ ഡോറോ ബൈ ഡോ ടി ഈസ് ഈക്വൽ ടു 0 ആൻഡ് ദ എൻസംബിൾ ആവറേജ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. എൻസംബിൾ ആവറേജ് വിൽ ബി ഇൻഡിപെൻഡൻറ്റ് ഓഫ് ടൈം. സ്റ്റാറ്റിസ്റ്റിക്കൽ ക്വാണ്ടിറ്റീസിൻ്റെ ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നൊരു ക്വാണ്ടിറ്റിയാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറയുന്നത്. വൺ മോഡ് ഓഫ് ടൈപ്സ് ഓഫ് ആവറേജിങ് ആണ്. ദറ്റ് ഈസ് ദ വാല്യൂ പൊസസ്ഡ് ബൈ മോസ്റ്റ് ഓഫ് ദി മെമ്പേഴ്സ് ഇൻ ദ എൻസംബിൾ. അതാണ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ആയിട്ട് വരുന്നത്. അപ്പം ഒരു മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ എന്ന് പറയുന്ന വേറൊരു പാരാമീറ്റർ ഉണ്ട്. മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് ദാറ്റ് ഈസ് ആവറേജ് ഓഫ് എഫ് സ്ക്വയർ ഇൻറ്റു ആവറേജ് എഫ് ദി ഹോൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആവറേജ് എഫ് സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് ആണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻസ് ഫാർ ലെസ് ദാൻ 1 ആണെങ്കിൽ ആ കേസിൽ നമുക്ക് പറയാൻ പറ്റും എൻസംബിൾ ആവറേജ് ആൻഡ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ബോത്ത് ആർ ഈക്വൽ എന്ന് പറയാൻ പറ്റും. അപ്പം ഫിസിക്കൽ സിസ്റ്റത്തിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റും ദിസ് മീൻ സ്ക്വയർ ഫ്ലക്ച്വേഷൻ ഇറ്റ് ഈസ് ഓൾവേസ് ഓഫ് ദി ഓർഡർ ഓഫ് 1/n ആണ്. n ഈസ് ഓഫ് ദി ഓർഡർ ഓഫ് അവഗാഡ്രോ നമ്പർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഫാർ ലെസ് ദാൻ 1 ആണ്. സോ എൻസംബിൾ ആവറേജ് ആൻഡ് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ ബോത്ത് ആർ ഈക്വൽ. അപ്പോൾ അതുകൊണ്ട് ഈ കേസിൽ നമുക്ക് നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റത്തിൻ്റെ നമുക്ക് മോസ്റ്റ് പ്രോബബിൾ വാല്യൂം എൻസംബിൾ ആവറേജും ഈക്വൽ ആണ്. മോസ്റ്റ് പ്രോബബിൾ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒരു സിസ്റ്റത്തിൻ്റെ മോസ്റ്റ് നമ്പർ ഓഫ് ദി മൈക്രോസ്റ്റേറ്റ്സ് ഏതിലാണോ ഉള്ളത് അത് തന്നെയായിരിക്കും സിസ്റ്റത്തിൻ്റെ ആവറേജ് ബിഹേവിയർ അല്ലെങ്കിൽ എൻസംബിൾ ആവറേജ് അല്ലെങ്കിൽ സിസ്റ്റം അതിലെ നമ്മൾ മൈക്രോസ്റ്റേറ്റിൻ്റെ ബിഹേവിയറായിട്ട് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഫേസ് സ്പേസ് ഓഫ് ക്ലാസിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് ദ റെപ്രസെൻറ്റേറ്റീവ് അല്ലെങ്കിൽ ഒരു റെപ്രസെൻറ്റേറ്റീവ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ മെക്കാനിക്കൽ പാർട്ടിക്കിൾ that lives in phase space or each microstate can be represented as a point in phase space, and as time passes they moves in phase space and they follows a trajectory, and that trajectory can be predefined if we know the Hamiltonian of the system. And phase space is an infinite space, but the system which we are dealing cannot be taken infinite points in phase, or it cannot lie anywhere within the phase space, and the points are enclosed within a particular region of the phase space, and that is determined by the volume and energy of the that particular system. So this our system can occupy a particular region of the phase space only, and usually in physical system the energies cannot be precisely determined. There is a slight variation of the energy, so that variation fluctuation that the possibility of existence of that phase space points are limited by the hypershell defined by h is equal to e plus half delta and h is equal to e minus half delta. Then another term which we have discussed is the density function, which is which determines how the members of the ensemble are distributed over all possible microstates at a different instant of time, and that is density function multiplied by the volume element d3nq d3np, that gives the total number of microstates. And if we know the density function and that particular physical quantity f, we can find out the ensemble average of that physical quantity that is given by the equation that the ensemble average f is equal to integral f into rho into d3nq d3np divided by n. That is n is again integral rho d3np d3nq. And these are the terms which we have discussed in this section. Okay.